തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയെത്ര അനുഭവങ്ങൾ, എത്രയെത്ര വിടുതലുകൾ, എത്ര പ്രാവശ്യം മരണത്തിൻ്റെ വക്കിലായിരുന്നു, എങ്ങും യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതിരുന്നു എന്ന് ചിന്തിച്ച കാലയളവിൽ പോലും ദൈവത്തിൻ്റെ കരം വ്യക്തമായി മനസ്സിലാക്കിയതായ ഇരമ്യാവും ബാരൂക്കും ദൈവം തൻ്റെ മക്കളെ നടത്തുന്ന വിധം എത്ര അത്ഭുതകരമാണ് എന്ന് നമുക്ക് പറഞ്ഞു തരുന്നു. ജീവസന്ദേശം പ്രേക്ഷകർക്ക് ഞങ്ങളുടെ വന്ദനം. ഈ ലോകം മനുഷ്യൻ്റെ താൽക്കാലിക വാസസ്ഥലമാകുന്നു. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നതെന്ന് എബ്രായ ലേഖനകർത്താവ് ഓർമ്മിപ്പിക്കുന്നത് ഈ ആയുസ് നാം പാഴാക്കിക്കളയാതിരിക്കുവാൻ വേണ്ടിയാകുന്നു. മനുഷ്യൻ തൻ്റെ നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങുവാനും ചരതിച്ചു വെക്കുവാനുമുള്ള സമയമാകുന്നു ഈ ലോകത്തിലെ അവൻ്റെ ആയുസ്. ഇരമ്യാ പ്രവചനം 45 മുതൽ 49 വരെയുള്ള അധ്യായങ്ങൾ. ഇരമ്യാ പ്രവചനം 45 അധ്യായത്തിലേക്ക് വരുമ്പോൾ ബാരൂക്കിനോടുള്ള പ്രവചനം വാസ്തവത്തിൽ യെഹോയാക്കീമിൻ്റെ ഭരണകാലത്ത് നൽകിയതാകുന്നു എന്ന് കാണുവാൻ സാധിക്കും. ബാരൂക്ക് ഇരമ്യാവിൻ്റെ സഹായിയും സ്നേഹിതനുമായിരുന്നു. യഹൂദ രാജാവായിരുന്ന യെഹോയാക്കീമിന് കൊടുത്തയച്ച ചുരുളുകളിൽ ഇരമ്യാവിൻ്റെ വാക്കുകൾ എഴുതിയത് ബാരൂക്കായിരുന്നു. യെഹോയാക്കീം ഒരു കത്തി കൊണ്ട് അത് മുറിച്ച് നെരിപ്പോടിലിട്ട് ചുട്ടുകളഞ്ഞതായി 36 അധ്യായത്തിൽ നാം പഠിച്ചല്ലോ. ഇരമ്യാവ് തടവിലായിരുന്നപ്പോൾ അവന് വേണ്ടി അനാഥോത്തിൽ നിലം വാങ്ങിച്ചതിൻ്റെ എല്ലാ ഇടപാടുകളും നടത്തിയത് ബാരൂക്കായിരുന്നിരിക്കും. 32 അധ്യായത്തിൽ നാം അത് കണ്ടതാണ്. 43 അധ്യായത്തിൻ്റെ 6 വാക്യപ്രകാരം ഒടുവിലായി ഇരമ്യാവിനോട് കൂടെ ബാരൂക്കിനെയും മിസ്രൈമിലേക്ക് പിടിച്ചുകൊണ്ടുപോയതായിട്ടാണ് നാം കാണുന്നത്. അതുകൊണ്ടാണ് ഈ പ്രവചന പഠനത്തിൻ്റെ ആരംഭത്തിൽ ഞാൻ പറഞ്ഞത്, ഇരമ്യാവിൻ്റെ പുസ്തകത്തിൽ കാലാനുക്രമമായ ഒരു രേഖ ചില സ്ഥലത്ത് ഉണ്ടെന്ന് തോന്നുമെങ്കിലും വാസ്തവത്തിൽ അത് കാലാനുക്രമമായി ക്രമീകരിക്കപ്പെട്ടിട്ടുള്ളതല്ല എന്ന്. ഇരമ്യാ പ്രവചനം 45 അധ്യായത്തിലെ പ്രവചനം തന്നെ യെഹോയാക്കീമിൻ്റെ ഭരണകാലത്ത് നൽകിയതാണെങ്കിലും അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ മാത്രമാണ്. അതിനൊരു കാരണമുണ്ട് താനും. ഇവിടെ ഇത് ബാരൂക്കിനൊരു പ്രോത്സാഹനമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പ്രവാചകനായ ഇരമ്യാവോട് ചേർന്നാൽ അവന് സംഭവിക്കുവാൻ പോകുന്നത് എന്തെന്ന് ദൈവം ബാരൂക്കിന് നേരത്തെ തന്നെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവം ഇത് ഇവിടെ വെളിപ്പെടുത്തുകയാണ്. അവനെ യഹൂദയിലെ ശേഷിപ്പിനോടൊപ്പം മിസ്രൈമിലേക്ക് പോകുവാൻ നിർബന്ധിക്കുമ്പോൾ ഇതൊരു പ്രോത്സാഹനമായിരിക്കും. അത് അങ്ങനെയായിരുന്നു എന്നതിൽ സംശയമില്ല. 45 അധ്യായത്തിൻ്റെ ആദ്യത്തെ 3 വാക്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. യോശിയാവിൻ്റെ മകനായി യഹൂദ രാജാവായ യെഹോയാക്കീമിൻ്റെ 4-ാം ആണ്ടിൽ നേര്യാവിൻ്റെ മകനായ ബാരൂക്ക് ഈ വചനങ്ങളെ യിരെമ്യാവിൻ്റെ വാമൊഴിപ്രകാരം ഒരു പുസ്തകത്തിൽ എഴുതിയപ്പോൾ യിരെമ്യാ പ്രവാചകൻ അവനോട് പറഞ്ഞ വചനം എന്തെന്നാൽ, ബാരൂക്കേ, നിന്നോട് ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവ എൻ്റെ വേദനയോട് ദുഃഖം കൂട്ടിയിരിക്കുന്നു. അയ്യോ കഷ്ടം, ഞാൻ എൻ്റെ ഞരക്കം കൊണ്ട് തളർന്നിരിക്കുന്നു, ഒരു ആശ്വാസവും കാണുന്നില്ല എന്ന് നീ പറയുന്നുവല്ലോ. യെഹോയാക്കീമിൻ്റെ ഭരണകാലത്ത് കാര്യങ്ങൾ വളരെ മോശമായിരുന്നു. എന്നാൽ തുടർന്ന് സംഭവിക്കുവാൻ പോകുന്നത് വെച്ച് നോക്കിയാൽ അത് യാതൊന്നുമില്ല എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ മോശമായ സമയം യെഹോയാക്കീമിൻ്റെ കാലത്തിന് ശേഷമാണ് വരുവാൻ പോകുന്നത്. 4-ാം വാക്യത്തിൽ നാം കാണുന്നത്, ഞാൻ പണിതത് ഞാൻ തന്നെ ഇടിച്ചു കളയുന്നു, ഞാൻ നട്ടത് ഞാൻ തന്നെ പറിച്ചു കളയുന്നു, ഭൂമിയിൽ എങ്ങും അത് അങ്ങനെ തന്നെ. കാര്യങ്ങൾ വളരെയേറെ മോശമാകുവാൻ പോകുന്നു എങ്കിൽ തന്നെ അതിൻ്റെ കാരണക്കാരൻ ദൈവമാകുന്നു എന്ന് ബാരൂക്ക് അറിയണം എന്നത്രേ ദൈവം ആഗ്രഹിച്ചത്. യഹൂദ ദേശത്തിന് എന്ത് സംഭവിക്കുവാൻ പോകുന്നുവോ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തു.
അതുകൊണ്ട് ബാരൂക്ക് തൻ്റെ പദ്ധതിയുമായി മുമ്പോട്ട് പോകുന്നു. 5-ാം വാക്യത്തിൽ, എന്നാൽ നീ നിനക്കായിട്ട് വലിയ കാര്യങ്ങളെ ആഗ്രഹിക്കുന്നുവോ? ആഗ്രഹിക്കരുത്. ഞാൻ സർവ്വജഡത്തിനും അനർത്ഥം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. എങ്കിലും നീ പോകുന്ന എല്ലായിടത്തും ഞാൻ നിന്റെ ജീവനെ നിനക്ക് കൊള്ള പോലെ തരും എന്നിങ്ങനെ നീ അവനോട് പറയണം എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ബാരൂക്കിന് ഈ പ്രവചനം ലഭിക്കുമ്പോൾ അവൻ ഒരു യുവാവായിരുന്നു. ജനത്തിൻ്റെ ഏറ്റവും നിർഭാഗ്യകരമായ ഈ അവസ്ഥയിൽ ബാരൂക്കിന് ഏതെങ്കിലും ഉന്നത സ്ഥാനത്തെത്താമെന്ന് കരുതേണ്ടതില്ല എന്നാണ് ദൈവം അവനോട് പറയുന്നത്. രാജ്യം ഒരു പ്രതിസന്ധിയിൽ തന്നെയാണ്. അവൻ വളരെ അപകടകരമായ സാഹചര്യത്തിൽ കൂടി മുൻപോട്ട് പോകും. എന്നാൽ അവൻ അതിൽ കൂടി തൻ്റെ ജീവനെ രക്ഷിച്ചു മുന്നേറും. കാരണം ദൈവമാണ് അവനെ കാത്തു സൂക്ഷിക്കുന്നത്. ഇപ്പോൾ യിരെമ്യാവും ബാരൂക്കും മിസ്രൈമിൽ വൃദ്ധന്മാരായി തീർന്നിരിക്കുന്നു. ദൈവം അവരെ എത്രമാത്രം അത്ഭുതകരമായി വിടുവിച്ചു എന്ന കാര്യം അവർക്കിപ്പോൾ അനുഭവത്തിൽ നിന്നും കാണുവാൻ കഴിയുന്ന കാര്യമാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ എത്രയെത്ര അനുഭവങ്ങൾ അവർക്കുണ്ടായി, എത്രയെത്ര വിടുതലുകൾ അവർക്കുണ്ടായി, എത്ര പ്രാവശ്യം മരണത്തിൻ്റെ വക്കിൽ അവർ ആയിരുന്നു, എത്രമാത്രം ശത്രുക്കൾ അവരെ പീഡിപ്പിച്ചു, എങ്ങും യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതിരുന്നു എന്ന് ചിന്തിച്ച കാലയളവിൽ പോലും ദൈവത്തിൻ്റെ കരം വ്യക്തമായി മനസ്സിലാക്കിയതായി യിരെമ്യാവും ബാരൂക്കും അവരുടെ അനുഭവത്തിൽ കണ്ടു. ദൈവം തൻ്റെ മക്കളെ നടത്തുന്ന വിധം എത്ര അത്ഭുതകരമാണ്. ദൈവം ബാരൂക്കിന് നൽകുന്ന ആലോചന നമുക്ക് ഓരോരുത്തർക്കും പ്രാവർത്തികമാക്കുവാൻ കഴിയുന്ന ഒന്നത്രേ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങൾ ദൈവനാമ മഹത്വത്തിനു വേണ്ടിയാണോ, അതോ എൻ്റെ ജഡത്തിൻ്റെ ഇച്ഛകളെ പരിപോഷിപ്പിക്കുവാൻ വേണ്ടിയാണോ? തുടർന്ന് 46-ാം അധ്യായത്തിലേക്ക് നമുക്ക് പ്രവേശിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ദൈവത്തെ അനുസരിക്കാതിരുന്നവരും മിസ്രൈമിലേക്ക് പോയവരുമായ യഹൂദയിലെ ശേഷിപ്പ് ബലം പ്രയോഗിച്ച് യിരെമ്യാവിനെ ആക്കിയ മിസ്രൈമിലാണ് യിരെമ്യാവ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഈ 46-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ തനിക്ക് ചുറ്റുമുള്ള വ്യത്യസ്തങ്ങളായ ജാതികളോടുള്ള പ്രവചനമാണ് യിരെമ്യാവ് തുടർന്ന് അറിയിക്കുന്നത്. മിസ്രൈമിനോടുള്ള പ്രവചനം തന്നെ ശ്രദ്ധിച്ചാട്ടെ. മിസ്രൈമിൽ സംഭവിക്കുവാൻ പോകുന്നത് എന്തെന്ന് ദൈവം അവരോട് പറയുന്നു. യഹൂദ ഉപേക്ഷിച്ച ശേഷിപ്പ് മിസ്രൈമിലേക്ക് ചെന്നു. കാരണം അവർ ചിന്തിച്ചു അവർക്ക് അവിടെ സമാധാനവും സമൃദ്ധിയും ഉണ്ടായിരിക്കുമെന്ന്. ദൈവം പറയുന്നത്, എനിക്കറിയിക്കുവാനുള്ളത് യുദ്ധം മിസ്രൈമിലേക്ക് വ്യാപിക്കുവാൻ പോവുകയാണ് എന്നത്രേ. നെബൂഖദ്നേസർ മിസ്രൈമിനെയും പിടിച്ചടക്കും എന്നത്രേ ദൈവം പറയുന്നത്. അവനത് ചെയ്തു. വാസ്തവത്തിൽ ഈ ജനം പിടിക്കപ്പെട്ടു എന്ന് നാം കാണുന്നു. 46-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. മിസ്രൈം രാജാവായ ഫറവോന് വിനാശം എന്നും സമയം തെറ്റി വരുന്നവൻ എന്നും പേർ പറവീൻ. വേറെ വിധത്തിൽ പറഞ്ഞാൽ അവർക്ക് ഫറവോനെ ഒരിക്കലും ആശ്രയിക്കുവാൻ സാധിക്കില്ല. മിസ്രൈം പരാജയപ്പെടും. 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, മിസ്രൈമിൽ പാർക്കുന്ന പുത്രി പ്രവാസത്തിന് പോകുവാൻ കോപ്പുകൂട്ടുക, നോഫ് നിവാസികളില്ലാതെ ശൂന്യമായി വെന്തുപോകും. യഹൂദയിലെ ശേഷിച്ച ജനം തങ്ങളുടെ ആശ്രയം ഫറവോനിലും മിസ്രൈമിലും ഇടുക എന്ന വലിയ മണ്ടത്തരം കാണിച്ചു. അവർ ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ അനുസരിക്കുകയും ചെയ്യേണ്ടിയിരുന്നു. എന്നിരുന്നിട്ടും അവരെ ആശ്വസിപ്പിക്കുവാനായി യിരെമ്യാവ് അതിമഹത്തായ ഒരു പ്രവചനം ഇവിടെ ചേർക്കുന്നു. 46-ാം അധ്യായത്തിൻ്റെ 27-ഉം 28-ഉം വാക്യങ്ങൾ ഞാൻ വായിക്കാം. 46-ന്റെ 27-ഉം 28-ഉം. എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഇസ്രായേലേ, നീ ഭ്രമിക്കേണ്ട. ഞാൻ നിന്നെ ദൂരത്തു നിന്നും നിന്റെ സന്തതിയെ അവരുടെ പ്രവാസദേശത്തു നിന്നും രക്ഷിക്കും. യാക്കോബ് മടങ്ങി വന്ന് സ്വസ്ഥമായും സ്വൈര്യമായും ഇരിക്കും. ആരും അവനെ ഭയപ്പെടുത്തുകയുമില്ല. എൻ്റെ ദാസനായ യാക്കോബേ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് യഹോവയുടെ അരുളപ്പാട്. നിന്നെ ഞാൻ ചിതറിച്ചു കളഞ്ഞ സകല ജാതികളെയും ഞാൻ മുടിച്ചു കളയും. എങ്കിലും നിന്നെ ഞാൻ മുടിച്ചു കളയുകയില്ല. ഞാൻ നിന്നെ ന്യായമായി ശിക്ഷിക്കും, നിന്നെ ശിക്ഷിക്കാതെ വിടുകയില്ല താനും. ദൈവവചനം സത്യമാകുന്നു എന്ന് താങ്കൾ വിശ്വസിക്കുമെങ്കിൽ ഈ 2 വാക്യങ്ങൾ വായിച്ചതിന് ശേഷം ദൈവം ഇസ്രായേലിനോടുള്ള തൻ്റെ ഇടപാട് പൂർത്തീകരിച്ചിട്ടില്ല എന്ന് താങ്കൾ വിശ്വസിക്കണം.
ദൈവം അവരോട് പറയുന്നത് ഞാൻ അവരെ ശിക്ഷിക്കും എന്നാണ്. എന്നാൽ അവരെ അശേഷം നശിപ്പിക്കുകയില്ല എന്ന് ദൈവം വ്യക്തമാക്കുന്നു. റോമാലേഖനം 11 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിൻ്റെ അനേകം ഉത്തരങ്ങളിൽ ഒന്നാണ് നാം ഇവിടെ കാണുന്നത്. അവിടെ, അതായത് റോമാലേഖനം 11 അധ്യായത്തിൽ നാം വായിക്കുന്നത്, എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ? നാം ദൈവവചനം വിശ്വസിക്കുമെങ്കിൽ നാം ഈ വചനം മുഖവിലേക്ക് എടുത്ത് വിശ്വസിക്കണം, അംഗീകരിക്കണം എന്നത്രേ ഞാൻ പറയുന്നത്. ഫലസ്തീൻ ദേശത്തിനെതിരെയുള്ള പ്രവചനമാണ് 47 അധ്യായത്തിൽ നാം കാണുന്നത്. 47 അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദയിൽ നിന്നുള്ള ഈ ചെറിയ ശേഷിപ്പ് ഒരു ദേശത്തിൽ നിന്നും മറ്റൊരു ദേശത്തിലേക്ക് ആശ്രയം മാറ്റി മാറ്റി വെച്ച് അവർ എവിടെ പോകുവാനാണ്? ഏതൊരു രാഷ്ട്രത്തെയാണ് അവർ ആശ്രയിക്കേണ്ടത്? അവയിൽ ചിലത് അവരുടെ ശത്രുക്കളായിരുന്നു. അഭയത്തിനായി ഈ ജനം അവരുടെ അടുത്തേക്ക് പോകണമായിരുന്നു. അതിനുള്ള ഉത്തരം അരുത് എന്നാണ്. കാരണം ഫലസ്തീനയുടെ ദേശവും പിടിച്ചടക്കുവാനുള്ളതാണ്. മോവാബിനെതിരെയുള്ള പ്രവചനമാണ് 48 അധ്യായത്തിൽ നാം കാണുന്നത്. ഒരു രാഷ്ട്രമല്ലാതായി തീർന്ന അവസ്ഥയിൽ മോവാബ് എത്തിച്ചേർന്നു. 48 അധ്യായത്തിൻ്റെ 42 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നത് 48:42 യഹോവയുടെ നേരെ വമ്പ് കാണിക്കയാൽ മോവാബ് ഒരു ജാതി ആയിരിക്കാതെ വണ്ണം നശിച്ചു പോകും. ഇന്നത്തെ യോർദാനിലെ ഹാഷ്മൈറ്റ് രാജ്യം, അതെ, യോർദാൻ നദിയുടെ കിഴക്കേ തീരത്തുള്ള സ്ഥലമാകുന്നു ഒരിക്കൽ മോവാബ് രാജ്യവും ജനങ്ങളും പാർത്തിരുന്ന ഇടം. എന്നിട്ടും ദൈവം മോവാബ് ജനവുമായി ദൈവത്തിനുള്ള ഇടപാട് ഇതുവരെ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. അവർ ഇന്ന് എവിടെയാകുന്നു എന്നെനിക്കറിയില്ല. അവരെ തിരിച്ചറിയുവാൻ ആർക്കെങ്കിലും ഇന്ന് കഴിയുമോ എന്നെനിക്കറിയില്ല. എന്നാൽ ദൈവത്തിന് അവരെ അറിയാം. ഈ 48 അധ്യായത്തിന് 47 വാക്യത്തിൽ നാം വായിക്കുന്നത്, എങ്കിലും ഒടുക്കം ഞാൻ മോവാബിൻ്റെ പ്രവാസം മാറ്റും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇത്രത്തോളമാകുന്നു മോവാബിനെക്കുറിച്ചുള്ള ന്യായവിധി. അതെ, ദൈവം മോവാബിൻ്റെ പ്രവാസം വീണ്ടും അവസാന നാളുകളിൽ കൊണ്ടുവരും എന്ന് പറഞ്ഞിരിക്കുന്നു. മോവാബ് 1000 ആണ്ട് വാഴ്ചയിൽ പ്രവേശിക്കും എന്നത് വ്യക്തമാണ്. എന്തായിരുന്നാൽ തന്നെ യിരെമ്യാവിൻ്റെ കാലത്ത് മോവാബിലേക്ക് ഓടിപ്പോകേണ്ട യാതൊരു കാര്യവും യഹൂദ മക്കൾക്കുണ്ടായിരുന്നില്ല. അവിടെയും അവർ സുരക്ഷിതരായിരിക്കുമായിരുന്നില്ല, മോവാബിലും. 49 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ യഹൂദയിൽ വിട്ടിട്ട് പോയ ജനം മിസ്രൈമിലേക്ക് പോകുന്ന മഠേത്തരം കാണിക്കുന്നത് നാം ഇതിനോടകം കണ്ടു കഴിഞ്ഞതാണ്. അവർ ദൈവത്തെ മറുത്താണ് അവിടേക്ക് പോയത്. അവർ വറച്ചട്ടിയിൽ നിന്നും എരുതിയിലേക്കാണ് വീണത്. ഇസ്രായേൽ ദേശത്ത് യുദ്ധം കഴിഞ്ഞിരുന്നു. ഇനിയും ഇപ്പോൾ ആരും ആ ദേശം പിടിച്ചടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം പട്ടണങ്ങളാകെ തരിശായി കിടക്കുകയാണ്. തീ വെച്ച് നശിപ്പിച്ചും തകർന്നും കിടന്നിരുന്നു. കഴിഞ്ഞു പോയൊരു നാഗരികതയുടെ ചാരം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. അതാർക്ക് വേണം? ബാബേൽക്കാർ വിട്ടിട്ട് പോയവർ വാസ്തവത്തിൽ ദേശം വിടേണ്ടിയില്ലായിരുന്നു. അവർ അവരുടെ ദേശം പണിതുയർത്തേണ്ടതായിരുന്നു. എന്നാൽ അവർ മിസ്രൈമിലേക്ക് ഓടിപ്പോയി. നെബൂഖദ്നേസറിൻ്റെ അടുത്ത പോർക്കളം മിസ്രൈം ആയിരിക്കുമെന്ന് ദൈവത്തിന് അറിയാമായിരുന്നുവല്ലോ. അവൻ മിസ്രൈമിനെ കീഴടക്കിയപ്പോൾ അവൻ ഈ ജനത്തെ 2ാം പ്രാവശ്യം ബന്ധികളാക്കുകയായിരുന്നു. അവർ വീണ്ടും പിടിക്കപ്പെടുകയും കഷ്ടമനുഭവിക്കുകയും ചെയ്യുമായിരുന്നു. അവർ ചിന്തിച്ചത് അവർ യുദ്ധത്തിൽ നിന്നും ഓടി മാറുകയായിരുന്നു എന്നാണ്. വളരെയേറെ ഭക്ഷിക്കുവാൻ ലഭ്യമായ ഒരു സ്ഥലത്തേക്ക് തങ്ങൾ പോകുകയാകുന്നു എന്നാണ് അവർ ചിന്തിച്ചത്. അവർ ചിന്തിച്ചത് സമൃദ്ധിയും നിറഞ്ഞ വയറും മാത്രമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, നമ്മുടെ മനോഭാവവും പ്രവൃത്തികളും ലക്ഷ്യങ്ങളുമെല്ലാം ദൈവത്തിനു വേണ്ടി ജീവിക്കുവാനുള്ള താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല എങ്കിൽ, ദൈവത്തിൻ്റെ സത്യം അല്ല നമ്മെ നയിക്കുന്നതെങ്കിൽ, സമാധാനമോ സമൃദ്ധിയോ കൊണ്ടുവരാത്ത ഒരു നിലവാരത്തിലേക്ക് നാം താണുപോയിരിക്കുകയാണ്. ചരിത്രത്തിലുടനീളം നമുക്ക് കാണുവാൻ കഴിയുന്ന അനുഭവം ഇതത്രേ. നാം ശ്രദ്ധിക്കുമെങ്കിൽ ചരിത്രത്തിന് നമ്മെ പഠിപ്പിക്കുന്നതിനായി വലിയ വലിയ പാഠങ്ങളുണ്ട്. ഇസ്രായേലിന് ചുറ്റുമുള്ള രാഷ്ട്രങ്ങളുടെ മേൽ വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ അധ്യായത്തിൻ്റെ ബാക്കി ഭാഗം തുടരുന്നു. യഹൂദയിലെ ശേഷിപ്പ് തങ്ങളുടെ സംരക്ഷണത്തിനായി അമോന്യരെ നോക്കരുത്, കാരണം അതും നശിപ്പിക്കപ്പെടുവാൻ പോവുകയാകുന്നു എന്ന് ദൈവം പ്രവാചകനിലൂടെ പറയുന്നു. നമ്മുടെ ഈ കാലത്ത് അമോന്യ രാജ്യമില്ല. എന്നാൽ ദൈവം പറയുന്നത് എന്തെന്ന് ശ്രദ്ധിച്ചാലും 49 അധ്യായത്തിൻ്റെ 6 വാക്യം ഞാനൊന്ന് വായിക്കാം.
എന്നാൽ ഒടുക്കം ഞാൻ അമ്മോന്യരുടെ പ്രവാസം മാറ്റും എന്ന് യഹോവയുടെ അരുളപ്പാട്. അമ്മോന്യർ നശിപ്പിക്കപ്പെടും. ഇവ ശ്രദ്ധേയമായ പ്രവചനങ്ങളാണ്, തിരുവചനത്തിലെ ശ്രദ്ധേയമായ വാക്യങ്ങൾ. തുടർന്ന് ഏദോമിനോടുള്ള പ്രവചനം നാം കാണും. ഏദോമിനോടുള്ള പ്രവചനത്തിന് കൂടുതൽ സ്ഥലം പ്രവാചകൻ നൽകിയിരിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതിൻ്റെ കാരണം ഒരുപക്ഷെ ഏദോം ഇസ്രായേലിനോട് ബന്ധപ്പെട്ടത് കൊണ്ടാകാം. ഏശാവും യാക്കോബും സഹോദരങ്ങളായിരുന്നല്ലോ. ഈ രണ്ട് വംശങ്ങൾ വന്നത് അവരിൽ നിന്നുമായിരുന്നു. കാലങ്ങളായി ഇവർ രണ്ടും സൗഹാർദ്ദത്തിലല്ലായിരുന്നു. ഏദോം ഒരു വലിയ രാജ്യമായി. കാരണം ദൈവം പറഞ്ഞിരുന്നു താൻ ഏശാവിൽ നിന്നും ഒരു വലിയ ജാതിയെ ഉത്ഭവിപ്പിക്കും എന്ന്. 49 അധ്യായത്തിൻ്റെ 7ഉം 8ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഏദോമിനെക്കുറിച്ചുള്ള അരുളപ്പാട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: തേമാനിൽ ഇനി ജ്ഞാനമില്ലയോ? ആലോചന വിവേകികളെ വിട്ട് നശിച്ചുപോയോ? അവരുടെ ജ്ഞാനം ക്ഷയിച്ചുപോയോ? ദേദാൻ നിവാസികളെ ഓടിപ്പോകുവിൻ, പിന്തിരിഞ്ഞ് കുഴികളിൽ പാർത്തുകൊള്ളുവിൻ. ഞാൻ ഏശാവിൻ്റെ ആപത്ത് അവൻ്റെ ദർശനകാലം തന്നെ അവന് വരുത്തും. ഏദോം ദൈവത്തിൽ നിന്നുള്ള ശിക്ഷ വാങ്ങുവാൻ കാത്തിരിക്കുകയായിരുന്നു. അവർ ഒരു വലിയ രാജ്യമാകുകയും മറ്റ് രാജ്യങ്ങൾക്ക് ഉപദേശകരെ നൽകുകയും ചെയ്തിരുന്നു. ഈ പെട്ര പട്ടണം പാറയിൽ ഉണ്ടാക്കിയതാണ്. ഏദോമിൻ്റെ പെട്ര പട്ടണം അത് വളരെയേറെ സുരക്ഷിതമായിരുന്നു. അതിൻ്റെ കാലത്ത് ഒരു ഒന്നാം തരം പട്ടണമായിരുന്നു. എന്നാൽ അത് ഒരിക്കൽ ആസ്വദിച്ചിരുന്ന സകല മഹിമയും ദൈവം എടുത്തു കളഞ്ഞു. തങ്ങളുടെ സുരക്ഷിതത്വത്തെ കണ്ട് തങ്ങളിൽ ആശ്രയിച്ചിരുന്ന ചുറ്റുപാടുമുള്ള രാജ്യങ്ങളെ ആശ്രയിച്ചായിരുന്നു ഏദോമിൻ്റെ മഹത്വം ഇരുന്നിരുന്നത്. 49 അധ്യായത്തിൻ്റെ 13 വാക്യത്തിൽ നാം വായിക്കുന്നത്, ബൊസ്ര സ്തംഭനവും നിന്ദയും ശൂന്യവും ശാപവുമായി ഭവിക്കും. അതിൻ്റെ എല്ലാ പട്ടണങ്ങളും നിത്യശൂന്യങ്ങളായിത്തീരും എന്ന് ഞാൻ എന്നെക്കൊണ്ട് തന്നെ സത്യം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട്. ബൊസ്ര എന്നാൽ പെട്ര അഥവാ ഏദോം എന്നാണ് അർത്ഥം. ആ പട്ടണം ഇന്നുമുണ്ട്, എന്നാൽ നിർജ്ജനമാകുന്നു എന്ന് മാത്രം. ആർക്കും അവിടെ സ്ഥിരതാമസമാക്കുവാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ചില വർഷങ്ങൾക്ക് മുൻപ് ഏതാനും ജർമ്മൻകാർ ഈ പറഞ്ഞ പെട്ര പട്ടണം തങ്ങളുടെ കോളനി ആക്കുവാൻ ഒന്ന് ശ്രമിച്ചതാണ്. എന്നാൽ അവിടെ പോയവർ അധികം താമസിയാതെ അവിടെ നിന്നും ഓടിപ്പോയി. 16 വാക്യത്തിൽ നാം കാണുന്നത്, പാറ പിളർപ്പുകളിൽ പാർത്ത് കുന്നുകളുടെ മുകൾ പിടിച്ചുകൊണ്ടിരിക്കുന്നവനെ, നിന്റെ ഭയങ്കരത്വം വിചാരിച്ചാൽ നിന്റെ ഹൃദയത്തിലെ അഹങ്കാരം നിന്നെ ചതിച്ചിരിക്കുന്നു. നീ കഴുകനെ പോലെ നിന്റെ കൂട് ഉയരത്തിൽ വെച്ചാലും അവിടെ നിന്ന് ഞാൻ നിന്നെ താഴെ ഇറങ്ങുമാറാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഏദോമിൻ്റെ ഏറ്റവും വലിയ പാപമായി പറഞ്ഞിരിക്കുന്നത് അവരുടെ അഹങ്കാരമായിരുന്നു, നിഗളം. വളരെയേറെ സംരക്ഷിക്കപ്പെട്ടിരുന്ന ഒരു സ്ഥലത്താണ് അവർ പാർത്തിരുന്നത്. ശത്രുവിന് കയറി ചെല്ലുവാൻ സാധിക്കാത്തതായ പാറയിൽ പണിത പട്ടണം. ബാബേലും മിസ്രൈമും ഗ്രീക്കും റോമാക്കാരും എല്ലാം സ്വാധീനിച്ച ഒന്നായിരുന്നു ഈ പെട്ര പട്ടണം. ദൈവം ഏദോമിനെ ശിക്ഷിച്ചു, അവരെ തകർത്ത് കളഞ്ഞു. ഇപ്പോൾ ദൈവം അതിനെക്കുറിച്ച് പറയുന്നത് 17ഉം 18ഉം വാക്യങ്ങളിൽ, ഏദോം സ്തംഭന വിഷയമായി തീരും. അതിനരികത്തുകൂടി കടന്നു പോകുന്ന ഏവരും സ്തംഭിച്ച് അതിൻ്റെ സകല ബാധകളും നിമിത്തം ചൂളകുത്തും. സോദോമിൻ്റെയും ഗോമോരയുടെയും അവയുടെ അയൽ പട്ടണങ്ങളുടെയും ഉന്മൂലനാശശേഷം എന്ന പോലെ അവിടെയും ആരും പാർക്കയില്ല, ഒരു മനുഷ്യനും അവിടെ വസിക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. അക്ഷരാർത്ഥത്തിൽ നിറവേറിയ പ്രവചനം ഇതാകുന്നു. ഈ പറയുന്ന പട്ടണം ഇന്നും അവിടെയുണ്ട്. പാറയിൽ വെട്ടിയെടുത്തതായതിനാൽ പെട്ടെന്ന് നശിപ്പിക്കുക സാധ്യമല്ല. ദൈവം പറഞ്ഞു, ജനങ്ങൾ അവിടെ പാർക്കുക ഇല്ല എന്ന്. അത് നിർജ്ജനമാകും. അതുപോലെ വാസ്തവമാണ്. ദൈവവചനം എത്ര കൃത്യമായിട്ടാണ് നിറവേറുന്നത് അല്ലേ? സോരിന് എതിരെയുള്ള പ്രവചനത്തോട് ചേർത്ത് വായിക്കുമ്പോൾ ഇത് കുറെ കൂടി ശ്രദ്ധേയമാകും. സോർ നശിപ്പിക്കപ്പെടുമെന്ന് പറഞ്ഞിരിക്കുന്നു, നിർജ്ജനമാകുമെന്ന് പറഞ്ഞില്ല. ഇന്ന് ആ പ്രദേശങ്ങളിൽ കൂടി ആളുകൾ താമസിക്കുന്നുണ്ട്. എന്നാൽ പെട്ര നശിപ്പിക്കപ്പെട്ടില്ല, ആരും അവിടെ താമസിക്കുവാൻ ഇല്ല എന്ന് മാത്രം.
നോക്കിക്കേ ദൈവവചനത്തിൻ്റെ മഹാത്മ്യം. 20-ാം വാക്യത്തിൽ നാം കാണുന്നത്, അതുകൊണ്ട് യഹോവ ഏദോമിനെക്കുറിച്ച് ആലോചിച്ച ആലോചനയും തേമാൻ നിവാസികളെക്കുറിച്ച് നിരൂപിച്ച നിരൂപണങ്ങളും കേൾപ്പിൻ. ആട്ടിൻകൂട്ടത്തിൽ ചെറിയവരെ അവർ ഇഴച്ചുകൊണ്ടുപോകും. അവൻ അവരുടെ മേച്ചിൽപ്പുറങ്ങളെ അവരോടുകൂടെ ശൂന്യമാക്കും. പട്ടണം നിർജ്ജനമായി, ഏദോം രാഷ്ട്രം അപ്രത്യക്ഷമായി. തുടർന്ന് ദമ്മേശെക്കിനോടുള്ള പ്രവചനമാകുന്നു നാം കാണുന്നത്. 23-24 വാക്യങ്ങൾ. ദമ്മേശെക്കിനെ കുറിച്ചുള്ള അരുളപ്പാട്. ഹമാത്തും അർപ്പാദും ദോഷവർത്തമാനം കേട്ടതുകൊണ്ട് ലജ്ജിച്ച് ഉരുകിപ്പോയിരിക്കുന്നു. കടൽ വരെ ദുഃഖം വ്യാപിച്ചിരിക്കുന്നു. അതിന് അടങ്ങിയിരിപ്പാൻ കഴിയില്ല. ദമ്മേശെക്ക് ക്ഷീണിച്ച് ഓടിപ്പോകുവാൻ തിരിയുന്നു. നടുക്കം അതിന് പിടിച്ചിരിക്കുന്നു. നോവ് കിട്ടിയ സ്ത്രീക്കെന്ന പോലെ അതിന് അതിവ്യസനവും വേദനയും പിടിപെട്ടിരിക്കുന്നു. മനുഷ്യവാസം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്ന ഏറ്റവും പുരാതനമായ പട്ടണമായിരുന്നു ദമ്മേശെക്ക്. അനേകരും അങ്ങനെ പറയുന്നുണ്ടെങ്കിലും തെളിയിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ദമ്മേശെക്കിൻ്റെ കാര്യത്തിൽ അത് സത്യമാണ്. എന്നാൽ ഇതാ ദമ്മേശെക്കിനെതിരെയുള്ള ഒരു പ്രവചനം. പട്ടണം നശിപ്പിക്കപ്പെടുമെന്നാണ് പ്രവചനം. അത് നശിപ്പിക്കപ്പെട്ടു. അതിൻ്റെ സ്ഥാനം അനേകം പ്രാവശ്യം മാറ്റപ്പെട്ടു. ഇന്ന് അത് സിറിയയുടെ തലസ്ഥാനമാകുന്നു എന്ന് നമുക്കറിയാമല്ലോ. കേദാരിനും ഹസോരിനും ഏലാമിനും എതിരായ പ്രവചനങ്ങളെ നാം ഇനിയും കാണുന്നു. കേദാരിനെക്കുറിച്ചും ഹസോരിനെക്കുറിച്ചും വളരെ കുറച്ച് മാത്രമേ നമുക്ക് അറിയൂ. നെബൂഖദ്നേസർ അവരെ പീഡിപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ആ കാര്യം നമുക്കറിയാം. എന്നാൽ അതങ്ങനെ സംഭവിച്ചു എന്ന് നാം ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നു. തുടർന്ന് ഏലാമിന് എതിരെയും ഒരു പ്രവചനം പറഞ്ഞിരിക്കുന്നു. 49-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം നാം അത് വായിക്കുമ്പോൾ ഏലാമിനെതിരെയുള്ള പ്രവചനമാണ്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഏലാമിൻ്റെ മുഖ്യ ബലമായ അവരുടെ വില്ല് ഒടിച്ചു കളയും. ഈ രാഷ്ട്രങ്ങൾക്കെല്ലാം ഇസ്രായേലിനുണ്ടായ അവസ്ഥ തന്നെ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ യഹൂദയിലെ ശേഷിപ്പിന് സുരക്ഷിതത്വത്തിനായി ഓടിപ്പോകുവാൻ ഇടമില്ലാതെ വരും. സഹായത്തിനായി അവരുടെ അടുത്തേക്കും പോകുവാൻ കഴിയാതെ വരും. അവർ മുകളിലേക്കൊഴിച്ച് മറ്റെല്ലായിടത്തേക്കും നോക്കി. അവരുടെ ഒരേ ഒരു സഹായം യഹോവയിൽ മാത്രമായിരുന്നു. എന്നാൽ അവർ അവങ്കിലേക്ക് തിരിഞ്ഞില്ല. അവൻ്റെ ആലോചനകൾ അവർ ചെവിക്കൊണ്ടില്ല. ദൈവം പ്രവാചകന്മാരിലൂടെയും ഇതിനു മുൻപ് ഭക്തന്മാരിലൂടെയും തൻ്റെ ജനത്തോട് പറഞ്ഞ ഒരു വസ്തുത, നിങ്ങൾ ചുറ്റുപാടും നോക്കിയാൽ നിങ്ങൾക്ക് ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന യാതൊരിടവും നിങ്ങൾ കാണില്ല. നിങ്ങൾ നോക്കേണ്ടത് നിങ്ങൾക്ക് സഹായം വരുന്ന പർവ്വതത്തിങ്കിലേക്ക് മാത്രമാകുന്നു. അവൻ മാത്രമേ സഹായിപ്പാൻ പ്രാപ്തനായിട്ടുള്ളൂ. മറ്റുള്ളവരൊക്കെ സൗകര്യത്തിനനുസരിച്ച് സഹായിച്ചെന്ന് വന്നേക്കാം. തങ്ങൾക്ക് യാതൊരു ലാഭവും ഉണ്ടാകുന്നില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ഇട്ടെറിഞ്ഞിട്ട് പോകും. ഇസ്രായേലിനോടുള്ള ഈ അരുളപ്പാട് ഇന്നും എത്രമാത്രം വാസ്തവമാകുന്നു എന്ന് ചിന്തിച്ചാട്ടെ. ദൈവം നമ്മെ അവനിൽ ആശ്രയിക്കുവാൻ കൂടുതൽ കൂടുതൽ സഹായിക്കുന്നതിന് വേണ്ടി അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിച്ചാട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം തൻ്റെ ജനത്തെ തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്യും എന്ന് വരികിലും അവർക്ക് പ്രത്യാശയ്ക്ക് വകയുണ്ട്. അതിന് കാരണം ദൈവം തൻ്റെ വിശുദ്ധിയിൽ അരുളി ചെയ്ത വാഗ്ദത്തങ്ങളാകുന്നു. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാകുന്നു. നാം അവിശ്വസ്തരായി തീർന്നാലും അവിടുന്ന് വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം ത്യജിക്കുവാൻ അവിടുത്തേക്ക് കഴിയുകയില്ല എന്നുള്ളത് വിശ്വാസയോഗ്യമായ തിരുവചനമാകുന്നു. എന്നാൽ ദൈവമില്ലാത്തവർ, ദൈവത്തെ അറിയാത്തവർ ഈ പ്രത്യാശയില്ലാത്തവരാകുന്നു. അങ്ങനെയുള്ളവർ ദൈവകോപത്തിൽ നാശപാത്രങ്ങളായിത്തീരുന്നു. താങ്കൾ പ്രത്യാശയുള്ളവരുടെ അക്കൂട്ടത്തിലാകുന്നു.